ലോക 300 കോടി മലയാള സിനിമയിലെ ആദ്യ 300 കോടി ചിത്രം ലോക ചാപ്റ്റർ 1 ചന്ദ്ര 300 കോടി ക്ലബിൽ മലയാള സിനിമയുടെ ചരിത്രത്തിലെ ആദ്യ 300 കോടി ക്ലബ് ചിത്രമാവുകയാണ് ലോക. ശനിയാഴ്ച ലോകയുടെ ആഗോള കളക്ഷൻ 298 കോടിയായിരുന്നു. ഇന്ന് ഉച്ചയോടെ 300 കോടിയിലെത്തും. അതേസമയം റെക്കോർഡുകളുടെ പെരുമഴയാണ് ലോക തീർക്കുന്നത്. കേരളത്തിൽ നിന്ന് ഏറ്റവും അധികം കളക്ഷൻ നേടുന്ന സിനിമയെന്ന റെക്കോർഡും സ്വന്തമാക്കി. മോഹൻലാൽ ചിത്രം തുടരും. കേരളത്തിൽ നിന്ന് മാത്രം നേടിയ 118 കോടിയുടെ റെക്കോർഡ് കളക്ഷൻ 38 ദിവസം കൊണ്ട് മറികടന്ന് പുതിയ ഇൻഡസ്ട്രി ഹിറ്റായി ലോക ചരിത്രം തിരുത്തി കുറിച്ചിരുന്നു. 5-ാം വാരം 7 കോടി നേടിയ പ്രേമലുവിന്റെ റെക്കോർഡ് 5-ാം വാരം 10.06 കോടി നേടി ലോക മറികടന്നു. 40-ാം ദിവസത്തിലേക്ക് കടക്കുന്ന ലോക ഇപ്പോഴും കേരളത്തിൽ മാത്രം 225 തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നു. ഡൊമിനിക് അരുൺ രജനിയും സംവിധാനം നിർവഹിച്ച ലോക ചാപ്റ്റർ 1 ചന്ദ്രയിൽ കല്യാണി പ്രദർശൻ സൂപ്പർ ഹീറോയായി എത്തുന്നു. കല്യാണിയുടെ കരിയറിൽ ഏറെ നേട്ടങ്ങൾ സമ്മാനിക്കുകയാണ് ലോക. നസ്ലിൻ, ചന്തു സലീംകുമാർ, അരുൺ കുജിൻ, വിജയരാഘവൻ, നിഷാന്ത് സാഗർ, രഘുനാഥ് പലേജി തുടങ്ങിയവരാണ് മറ്റു താരങ്ങൾ. ദുൽഖർ സൽമാന്റെ വേഫർ ഫിലിംസാണ് നിർമ്മാണം. കാന്താര 210 കോടി. ഋഷഭ് ഷെട്ടി സംവിധായകനും നായകനുമായി എത്തിയ കാന്താര എ ലെജൻഡ് ചാപ്റ്റർ 1 ആഗോള ബോക്സ് ഓഫീസിൽ 210 കോടിക്കരികിലെത്തി. ആദ്യ 3 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് നേടിയത് 16.2 കോടി. ആദ്യ ദിവസം തന്നെ ആഗോളതലത്തിൽ ഏകദേശം 89 കോടി രൂപ നേടിയെന്നാണ് വിവരം. 2 ദിവസം കൊണ്ട് ചിത്രത്തിന്റെ ഇന്ത്യയിലെ മൊത്തം കളക്ഷൻ 105.5 കോടി കവിഞ്ഞിരുന്നു. കന്നഡയിൽ നിന്ന് ആദ്യ ദിവസം 19.6 കോടിയും, തെലുങ്കിൽ നിന്ന് 13 കോടിയും, ഹിന്ദിയിൽ നിന്ന് 18.5 കോടിയും, തമിഴിൽ നിന്ന് 5.5 കോടിയും, മലയാളത്തിൽ നിന്ന് 5.25 കോടിയും നേടി. സമീപകാലത്ത് ഒരു അന്യഭാഷാ ചിത്രം കേരളത്തിൽ നേടുന്ന ഏറ്റവും വലിയ വിജയകുതിപ്പാണ് കാന്താര നടത്തുന്നത്. കന്നഡ സിനിമാ ചരിത്രത്തിലെ ഗതിമാറ്റിയ കാന്താര ഋഷഭ് ഷെട്ടിയുടെ സംവിധാനത്തിൽ 2022 റിലീസ് ചെയ്തത്. ബോക്സ് ഓഫീസിൽ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച ചിത്രം മികച്ച നടനെന്ന ദേശീയ അംഗീകാരവും ഋഷഭ് ഷെട്ടിക്ക് നേടിക്കൊടുത്തു. ഋഷഭ് ഷെട്ടി രജനിയും നിർവഹിച്ച കാന്താര എ ലെജൻഡ് ചാപ്റ്റർ 1 കേരളത്തിൽ 250 സ്ക്രീനിലാണ് പ്രദർശിപ്പിക്കുന്നത്. ചിത്രത്തിൽ ജയറാമിന്റെ പ്രകടനം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി. രുക്മിണി വസന്താണ് നായിക. വിജയം നേടുന്നത് ഭ്രമാത്മകമായ ലോകത്തിന്റെ സിനിമകൾ. ഇനി പ്രണവ് മോഹൻലാലിന്റെ DSRA. പ്രേക്ഷകരെ ഭ്രമാത്മകമായ ലോകത്തേക്ക് കൊണ്ടുപോകുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ മലയാളത്തിൽ വിജയം നേടുന്നത്. ഇതിന്റെ തെളിവാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്രയും കാന്താര ദ ലെജൻഡ് ചാപ്റ്റർ 1 നേടുന്ന വമ്പൻ വിജയം. മിത്തും ഐതിഹ്യവും ആത്മീയതയും ഡാർക്ക് ഹ്യൂമറും ചേരുന്ന സിനിമകൾക്കാണ് ഇപ്പോൾ മലയാളം മാർക്കറ്റ്. അതിമാനുഷിക കഥകളെ ആവേശത്തോടെ സ്വീകരിക്കുന്ന ഒരു വലിയ വിഭാഗം പ്രേക്ഷകർ മലയാളത്തിലുണ്ട്. പേടിപ്പിച്ചും ചിരിപ്പിച്ചും എത്തുന്ന അതിമാനുഷികരായ കഥാപാത്രങ്ങളും ഉണ്ട്. ഈ നിലയിൽ മുമ്പും ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭാർഗവി നിലയം, മൈഡിയർ കുട്ടിച്ചാത്തൻ, മണിച്ചിത്രത്താഴെ, ഭ്രമയുഗം, ഭൂതകാലം തുടങ്ങിയ സിനിമകൾ ഭ്രമാത്മകമായ ലോകത്തേക്ക് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോയി. ഹൊറർ, സൂപ്പർ ഹീറോ ചിത്രങ്ങളുടെ നീണ്ട നിര അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. പ്രണവ് മോഹൻലാൽ നായകനായി എത്തുന്ന DSRA പൂർണ്ണമായും ഹൊറർ ത്രില്ലറാണ്. മരിച്ചവർക്കൊണ്ടി പാടുന്ന ഒരു ലാറ്റിൻ ഗീതമാണ് DSRA. ഭൂതകാലം, ഭ്രമയുഗം എന്നീ ചിത്രങ്ങളുടെ സംവിധായകൻ രാഹുൽ സദാശിവം ആണ് DSRA ഒരുക്കുന്നത്. ലോക സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ചാപ്റ്റർ 2 പ്രഖ്യാപനം നടന്നു കഴിഞ്ഞു. ചാത്തനും ചാത്തന്റെ ചേട്ടനും ഒടിയനുമെല്ലാം നിറയുന്നതാണ് ചാപ്റ്റർ 2.